ISROയിൽ ശാസ്ത്രജ്ഞന്മാർ രാജിവെക്കുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഗംഗയാൻ ഉൾപ്പെടെയുള്ള നിർണായക ദേശീയ ദൗത്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ സ്വമേധയാ വിരമിക്കലും രാജിവെക്കലും സംബന്ധിച്ച ചട്ടങ്ങൾ കർശനമാക്കിക്കൊണ്ട് ബഹിരാകാശ വകുപ്പ് പുതിയൊരു നിർദ്ദേശം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയിൽ നിന്ന് രാജിവെക്കുന്നവരുടെ എണ്ണത്തിൽ ഓരോ ദിവസവും വലിയ രീതിയിലുള്ള വർധനമുണ്ടാകുന്ന സാഹചര്യത്തിലാണ് ബഹിരാകാശ വകുപ്പ് ഒരു കർശനമായ നിർദ്ദേശം പുറത്തിറക്കിയത്. ഗംഗയാൻ, മറ്റ് തന്ത്രപ്രധാനമായ ദൗത്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് എ വിഭാഗം ശാസ്ത്ര സാങ്കേതിക ഉദ്യോഗസ്ഥരുടെ രാജിക്കോ സ്വമേധയാ വിരമിക്കലിനോ ഉള്ള അപേക്ഷകൾ പതിവ് നടപടി എന്ന നിലയിൽ സ്വീകരിക്കരുതെന്ന് ജൂലൈ 14 ഒരു ആഭ്യന്തര കുറിപ്പ് ISRO, അതായത് ബഹിരാകാശ വകുപ്പ് ISROയിലെ മിക്ക കേന്ദ്രങ്ങൾക്കും ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പകരം അത്തരം എല്ലാ അഭ്യർത്ഥനകളും അന്തിമ അംഗീകാരത്തിനായി ഇനി ബഹിരാകാശ വകുപ്പിലേക്ക് നേരിട്ട് അയക്കേണ്ടതുണ്ട് എന്നാണ് ആ കത്തിൽ ഇപ്പോൾ ചൂണ്ടിക്കാട്ടി പറയുന്നത്. പരിചയസമ്പന്നരായ ശാസ്ത്രജ്ഞന്മാർ വലിയ തോതിൽ കൊഴിഞ്ഞു പോവുകയാണെന്നും ISRO ഉദ്യോഗസ്ഥർ വിശേഷിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. സ്ഥാപനം വിട്ടുപോയവരുടെ എണ്ണം ബഹിരാകാശ വകുപ്പ് ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ 100 മുതൽ 120 വരെ ISROയിലെ ഉദ്യോഗസ്ഥർ രാജിവെച്ചിട്ടുണ്ടെന്നാണ് ISROയിലെ വിവിധ വൃത്തങ്ങൾ ദേശീയ മാധ്യമങ്ങളോട് പറയുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ബംഗളൂരിലെ UR റാവു സാറ്റലൈറ്റ് സെന്ററിൽ നിന്ന് ഏകദേശം 80 ശാസ്ത്രജ്ഞരും തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നിന്ന് 20ഓളം പേരും പുറത്തുപോയിട്ടുണ്ട്. കൂടുതൽ രാജിക്കത്തുകൾ നിലവിൽ പരിശോധനയിലായതിനാൽ യഥാർത്ഥ എണ്ണം ഇതിലും കൂടുതലായിരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. സ്ഥാപനം വിട്ടു പോകുന്നവരിൽ മുതിർന്നവരും പ്രമുഖരുമായ നിരവധി ശാസ്ത്രജ്ഞർ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. അതിൽ LV-M3 പ്രൊജക്ട് ഡയറക്ടർ വിക്ടർ ജോസഫ്, URSCയിലെ സ്പേസ് ടെക് പ്രൊജക്ട് ഡയറക്ടർ, ചന്ദ്രയാൻ 3യിലെ ദൗത്യത്തിന്റെ ചരിത്ര പ്രധാനമായ ലാൻഡിംഗ് ഘട്ടം സാധൂകരിക്കാൻ സഹായിച്ച സിമുലേഷൻ ടീമിനെ നയിച്ച ആദിത്യ റള്ളപ്പള്ളി എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് ഇവർ വിരമിക്കാനായിട്ട് നിൽക്കുന്നു എന്നാണ്, അതായത് VRS എടുക്കാനായിട്ട് നിൽക്കുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. 1 ലക്ഷത്തിലധികം സിമുലേഷനുകളിലൂടെ ഏകദേശം 25 ടെറാബൈറ്റ് ദൗത്യ വിവരങ്ങൾ തയ്യാറാക്കിയ സിമുലേഷൻ ടീമിനെയാണ് നയിച്ച ഒരു വ്യക്തിയാണ് ആദിത്യ റള്ളപ്പള്ളി. ആ ആദിത്യയാണ് ഇപ്പോൾ ISROയിൽ നിന്നും പോവാനായിട്ട് അല്ലെങ്കിൽ രാജിക്കത്തിന് വേണ്ടി ഇപ്പോൾ VRS എടുക്കാനായിട്ട് നിൽക്കുന്നതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. രാജിയുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങൾ എന്താണെന്ന് ISRO ചെയർമാൻ V നാരായണൻ സ്ഥിരീകരിച്ചില്ലെങ്കിലും ഈ മാറ്റം ISROയ്ക്ക് വലിയൊരു തലവേദനയായി മാറാനും ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ലഘൂകരിക്കാനുള്ള ശ്രമമാണ് ISRO ചെയർമാൻ നാരായണൻ ഇപ്പോൾ ഒരു ശ്രമം നടത്തുന്നത്. എന്നാൽ ചെയർമാൻ പറയുന്നത് ധാരാളം പേർ പോകുന്നുണ്ട്, എന്നാൽ അത് ഏതൊരു സ്ഥാപനത്തിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ജീവനക്കാരെ നിലനിർത്തുക മാത്രമല്ല, പ്രധാനപ്പെട്ട പദ്ധതികൾക്ക് പെട്ടെന്നൊരു തിരിച്ചടി നേരിടുന്നില്ലെന്ന് ഉറപ്പാക്കുക കൂടി ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ആരെങ്കിലും പോവുകയാണെങ്കിൽ പകരം മറ്റൊരാൾ ആ ചുമതല ഏറ്റെടുക്കും. ഞങ്ങൾ അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് ചെയർമാൻ പറയുന്നത്. ഗംഗയാൻ ഉൾപ്പെടെയുള്ള സുപ്രധാന ദൗത്യങ്ങളുമായും പദ്ധതികളുമായും ബന്ധപ്പെട്ടവർ ഗ്രൂപ്പ് എ വിഭാഗത്തിലെ ശാസ്ത്ര സാങ്കേതിക ഉദ്യോഗസ്ഥരിൽ നിന്ന് സ്വമേധയാ വിരമിക്കുന്നതിനും രാജിവെക്കുന്നതിനുമുള്ള അപേക്ഷകൾ വൻതോതിൽ ലഭിക്കുന്നുണ്ട്. പുതിയ നിയമങ്ങൾ പ്രകാരം നിർണായക ദൗത്യങ്ങൾ പൂർത്തിയാകുന്നത് വരെ അത്തരം അഭ്യർത്ഥനകൾ സ്വീകരിക്കരുതെന്ന് ഡയറക്ടർമാർക്ക് ബഹിരാകാശ വകുപ്പ് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ കേസുകളിലും ബഹിരാകാശ വകുപ്പിന്റെ അനുമതി ആവശ്യമാണ്. ISROയെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാരുടെ കൊഴിഞ്ഞുപോക്ക് ഒട്ടും പുതിയ കാര്യമല്ല. 2012നും 2024നും ഇടയിൽ ഏകദേശം 700 ജീവനക്കാർ രാജിവെച്ചതായും 2004നും 2007നും ഇടയിൽ പുതിയതായി നിയമിക്കപ്പെട്ടവരിൽ പകുതിയോളം പേർ ജോലി ഉപേക്ഷിച്ചു പോയതായും ഔദ്യോഗികമായ ഒരു കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ നിന്നുള്ള ബഹിരാകാശ വകുപ്പ് കൃത്യമായ നിർദ്ദേശം ISROയ്ക്കും അതോടൊപ്പം തന്നെ VSSOയ്ക്കും കർണാടകയിലും എല്ലാ ISRO കേന്ദ്രങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞർ രാജി കത്ത് അല്ലെങ്കിൽ VRS എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകി കഴിഞ്ഞാൽ അത് പരിഗണിക്കരുത്. അത് നേരെ തന്നെ ബഹിരാകാശ വകുപ്പിലേക്ക് അയക്കാനാണ് നിർദ്ദേശം നൽകിയത്.